കംബോഡിയയിൽ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ പിടിയിൽപ്പെട്ട് കുടുങ്ങിക്കിടന്ന തിരുവനന്തപുരം സ്വദേശികൾ മടങ്ങിയെത്തി. ആനാവൂർ സ്വദേശി വിനോരാജ് ജപമണിയും വർക്കല സ്വദേശി നിഷാദ് നിസാമുദ്ദീനും ഇന്നലെ പുലർച്ചെ തിരുവനന്തപുരത്തെത്തി. സെപ്റ്റംബർ 4-നാണ് ദുബൈയിൽ നിന്നും വിനോരാജ് കംബോഡിയയിലെത്തിയത്. മാർക്കറ്റിംഗ് ജോലി വാഗ്ദാനം ചെയ്താണ് കംബോഡിയയിൽ എത്തിച്ചതെങ്കിലും പിന്നീട് തട്ടിപ്പിന് ഇരയാവുകയായിരുന്നു. അതേസമയം ഇവർ കുടുങ്ങിക്കിടക്കുന്ന വിവരം ഇന്ത്യൻ എംബസി അറിയിച്ചിട്ടും കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്നാണ് വിനോരാജ് പറഞ്ഞത്. വിനോരാജിന്റെ പ്രതികരണം നമുക്കൊന്ന് കേട്ടുവരാം. ഫസ്റ്റ് അവർ ഞങ്ങളുടെ പറഞ്ഞത് പ്രൊമോഷൻ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ജോബ് പ്രൊമോഷനാണ്. അതായത് അവർ കുറച്ച് പ്രോഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ തരും, അത് പ്രൊമോട്ട് ചെയ്യുക, അതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അതല്ല, സ്കാമിങ് ആണ്. ഒരു സെക്കൻഡ് സ്റ്റെപ്പ് തൊട്ട് ചെയ്യുന്നത് ടോട്ടലി സ്കാമാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്തു, ജോബ് റിസൈൻ ചെയ്തായിരുന്നു. ഇതെന്ന് വെച്ചാൽ നമ്മുടെ യുബേ ഉണ്ടല്ലോ, അതായത് യുബേ നമ്മുടെ ഫ്ലിപ്കാർട്ടൊക്കെ പോലെ ഒരു ഓൺലൈൻ ഷോപ്പിംഗ്. സോ അവിടെ നമ്മളൊരു പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കും. ആ പ്രോഡക്റ്റ് അവർ ജസ്റ്റ് അവിടെ സെർച്ച് ചെയ്തിട്ട് ആഡ് കാർട്ട് കൊടുത്തിട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് അത് അയച്ചു തരും ഞങ്ങൾക്ക്. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത് സെക്കൻഡ് സ്റ്റെപ്പിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോഷനായിട്ട്, അതായത് നിങ്ങൾ വെൽക്കം ബോണസ് എന്ന് പറഞ്ഞിട്ട് ഒരു $30 ഓക്കെ വെൽക്കം ബോണസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് വിടുന്നത്. അവിടെ നിന്നാണ് ഇവർക്ക് ഡെയിലി ടാസ്ക് ആയിട്ട് കൊടുക്കും. അവർ ഡെയിലി ടാസ്ക് കൊടുക്കും. അതിൽ മർച്ചൻറ്റ് ടാസ്ക് ആണെന്ന് തോന്നുന്നു, അത് പേയ്മെൻ്റ് ആണ്. ഓക്കെ, അതിന് പേ ചെയ്യണം. അവർ പേ ചെയ്യുമ്പോഴേക്കും അവർ കൂടുതൽ മണി ഏൺ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് അവിടെ നിന്നാണ് സ്കാം തുടങ്ങി. അത് കഴിഞ്ഞ് അടുത്ത് വീണ്ടും ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അവിടെയാണ് അവർ കില്ലിംഗ് എന്ന് പറയുക. അതിനെ ടോട്ടലി ആളിനെ ഫിനിഷ് ചെയ്യും. അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യ ഒരുപാട് ഫോക്കസ് ചെയ്യുന്നുണ്ട് സ്കാമേഴ്സ്. സന്തോഷം. എൻ്റെ മോനെ ഒന്ന് കണ്ടാൽ മതിയെന്നായിരുന്നു. ഇപ്പോൾ വളരെ സന്തോഷം. നമ്മൾ മാത്രമേ ഉള്ളൂ, ഈ വയസ്സായ 3 പേര് മാത്രമേ ഉള്ളൂ വീട്ടിൽ. ഇനി ഒരിടത്തും വിടില്ല. അവനെ ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ഇവിടെ നിന്നാൽ മതി. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, വിനോരാജ് പറയുന്നത് എന്താണ്? എംബസി കാര്യമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല എന്നാണോ? ഇനിയും കൂടുതൽ മലയാളികൾ അവിടെ കംബോഡിയയിൽ ഈ തട്ടിപ്പിനിരയായിട്ട് കുടുങ്ങിക്കിടപ്പുണ്ടോ? അരുൺ, ഗുഡ് മോർണിംഗ്. വിനോരാജിന്റെയും അതുപോലെ തന്നെ വർക്കല സ്വദേശി നിഷാദ് നിസാമുദ്ദീന്റെയും വാർത്ത നമ്മൾ കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ് ഈ വാർത്ത നൽകിയിരുന്നത്. സെപ്റ്റംബർ 4-ാം തീയതിയാണ് ദുബൈയിൽ നിന്നും ഈ ആനാവൂർ സ്വദേശി വിനോരാജും അതുപോലെ തന്നെ വർക്കല സ്വദേശി നിഷാദും ഈ കംബോഡിയയിലെത്തിയത്. ഏകദേശം 1 മാസത്തോളം ഇവർ പണിയെടുത്തു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒക്ടോബർ മാസം 31-നാണ് ഇവർ തിരിച്ചറിയുന്നത് ഇവർ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ കീഴിലാണ് പണിയെടുക്കുന്നതെന്നുള്ളതാണ്. നമുക്ക് ഇതിന് സമാനമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലുലു മാള് പോലുള്ള ഒരു വനത്തിനകത്തുള്ള ഒരു മാള് പോലുള്ള അവിടെ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. പെട്രോൾ പമ്പുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇവർക്ക് പുറത്തൊന്നും പോകേണ്ട കാര്യമില്ല. ഇവരെ രാത്രിയാണ്, ഈ സെപ്റ്റംബർ മാസം 4-ാം തീയതി രാത്രിയാണ് കംബോഡിയയിലെ ഇത്തരത്തിൽ വനത്തിനകത്തുള്ള ഈ ഒരു സ്ഥലത്ത് എത്തിക്കുന്നത്. ഇവർ തട്ടിപ്പ് സംഘത്തിന് ഇടയിലായി എന്നുള്ളത് തിരിച്ചറിയുന്നത് ഒക്ടോബർ മാസം 31-ഓടുകൂടിയാണ്. ആ ഒരു സമയത്ത് തന്നെ ഇവർ ഈ സംഘത്തോട് പറയുന്നുണ്ട് ഇനി ജോലി ചെയ്യാൻ കഴിയില്ല, ജോലി റിസൈൻ ചെയ്യുന്നുണ്ട്. പ്രധാനമായും 4 ഘട്ടങ്ങളിലായിട്ടാണ് പ്രധാനമായും ഈ ആളുകളെ ഇവർ ഈ സംഘത്തിന്റെ ഇടയിൽ ഇവർ തട്ടിപ്പ് സംഘത്തിന് ഇരയാക്കി മാറ്റുന്നത്. വിനോരാജ് പ്രധാനമായും പറഞ്ഞത് ഇവർ ഇരയാക്കുന്നത് US-ലുള്ള ജനങ്ങളെയാണ്. ഏറ്റവും സാമ്പത്തികമായി ഭദ്രതയുള്ള ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തുകൊണ്ടാണ് പൂർണ്ണമായും അവരുടെ അക്കൗണ്ടിലെ മുഴുവൻ പൈസയും ഇവർ കൈക്കലാക്കുന്നു. അതിനെയാണ് അവർ വിനോരാജ് പറഞ്ഞത് കില്ലിംഗ് എന്ന് പറയുന്നത്. കില്ലിംഗ് എന്ന് പറഞ്ഞാൽ 4 ഘട്ടങ്ങളിലായിട്ടാണ് ഇവർ ഈ പ്രോസസ് ചെയ്യുന്നത്. ആദ്യത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഓൺലൈനിലുള്ള ഒരു പ്രൊഡക്ഷൻ സെയിലാണ്. ഈ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഇവരെ ഈ ഓൺലൈൻ ആപ്പ് വഴി കൊണ്ടുവരികയും അതുവഴി ഇവരുടെ മുഴുവൻ ഡേറ്റ, ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള മുഴുവൻ ഡേറ്റയും ഇവർ കൈക്കലാക്കുന്നു. തുടർന്ന് അങ്ങോട്ട് വരുന്ന കസ്റ്റമേഴ്സിന് അങ്ങോട്ട് റിട്ടേൺസ് കൊടുക്കുന്നു. വലിയ ഡോളറുകളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ആ ഡോളർ വാഗ്ദാനത്തിൽ പല കസ്റ്റമറും വീണു പോകുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഇവർ മനസ്സിലാക്കിയ ഒരു സത്യം. 4-ാം ഘട്ടമാവുമ്പോഴേക്കും ഈ അക്കൗണ്ടിൽ ഒരു പൈസ പോലും ഈ കസ്റ്റമറിന്റെ അക്കൗണ്ടിൽ ഉണ്ടാവുകയില്ല. ഇത് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് തിരുവനന്തപുരത്തെ ഈ 2 സ്വദേശികൾ, ആനാവൂർ വർക്കല സ്വദേശികൾ, ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത്. ഇവരെ ദുബൈയിൽ നിന്നും കൊണ്ടുപോയത് മാർക്കറ്റിംഗ് ജോലി വാഗ്ദാനം ചെയ്താണ്. പ്രതിമാസം $1500 നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇവരെ ദുബൈയിൽ നിന്നും കംബോഡിയയിൽ എത്തിച്ചത്. പക്ഷേ ഈ ജോലി വാഗ്ദാനം ചെയ്ത് ഇവരെ എത്തിച്ചെങ്കിലും ഈ സംഘം സൈബർ തട്ടിപ്പ് സംഘമാണെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി ഇവർ ഈ സംഘത്തിൽ നിന്നും റിസൈൻ ചെയ്യുന്നു. പക്ഷേ ഇവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒക്ടോബർ മാസം 13-ാം തീയതിയാണ് അമ്മയോട് അവസാനം സംസാരിച്ചത്. ഇതായിരുന്നു നമ്മൾ വാർത്തയാക്കിയത്. 1.5 ലക്ഷം രൂപ നൽകിയാണ് നിലവിൽ ഈ വിനോരാജ് തിരിച്ചെത്തിയത്. പ്രധാനമായും ഇന്ത്യൻ എംബസി കാര്യമായി ഇടപെട്ടിട്ടില്ല. നിലവിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന പാകിസ്ഥാൻ സ്വദേശികൾ എംബസി അറിയിച്ചപ്പോൾ 24 മണിക്കൂർ കഴിയുന്നതിന് മുന്നേ പാകിസ്ഥാൻ എംബസി അവരെ തിരിച്ചു കൊണ്ടുപോയി. പക്ഷേ ഇന്ത്യൻ എംബസി കഴിഞ്ഞ 1.5 മാസമായി, അതായത് 45 ദിവസം കഴിഞ്ഞാണ് വിനോരാജ് തിരിച്ച് ഇന്ത്യയിലെത്തി
എത്തിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഇവർ അതെ, അതാണ് വിനു രാജിന്റെ ആക്ഷേപം. എത്തിയെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയില്ല. കാര്യം. എന്തായാലും പ്രധാനമായി ഇങ്ങനെ കംബോഡിയയിൽ നിരവധി മലയാളികൾ തട്ടിപ്പിനിരയായി കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ ഉള്ളടക്കം. ഇപ്പോൾ വിനോരാജ് കൂടി തിരിച്ചെത്തിയിരിക്കുന്നു. വിനോരാജിന്റെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടത്. അരുൺ സോളമനാണ് ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.